أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أتأمرون الناس بالبر وتنسون أنفسكم وأنتم تتلون الكتاب أفلا تعقلون واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين. അൽ-ബഖറയിലെ 45-46 ആയത്തുകളുടെ അർത്ഥം: നിങ്ങൾ ജനങ്ങളോട് നന്മ ഉപദേശിക്കുകയും നിങ്ങളെ സ്വയം വിസ്മരിക്കുകയുമാണോ ചെയ്യുന്നത്? നിങ്ങൾ ഗ്രന്ഥം വായിക്കുന്നുണ്ട് താനും, എന്നിട്ടും നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുന്നില്ലേ? സഹനവും പ്രാർത്ഥനയും മുഖേന നിങ്ങൾ സഹായം ചോദിക്കുക. വിനയാന്വിതരല്ലാത്തവർക്ക് തീർച്ചയായും അത് ഭാരമേറിയതാണ്. പ്രസ്തുത ആയത്തുകളുടെ തഫ്സീറിൽ സയ്യിദുനാ മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ബിർറുൻ എന്ന പദത്തിൻ്റെ അർത്ഥം ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള ഔദാര്യം, നന്മ എന്നാണ്. ഈ ആയത്തിൽ പറയുന്നത് ബനി ഇസ്രായേൽ അവരുടെ ഗ്രന്ഥത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജനങ്ങളോട് നന്മയും ഔദാര്യവും ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്നു. എന്നാൽ അവരുടെ സ്വന്തം അവസ്ഥ ഭൗതികമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് ഭയന്നുകൊണ്ട് അള്ളാഹുവിനാൽ നിയോഗിതനായ മഹാനായ ഒരു പ്രവാചകനെ നിഷേധിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ അള്ളാഹു പറയുന്നത്, നിങ്ങൾ ജനങ്ങളോട് നന്മ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിനോടുള്ള കടമകൾ നിങ്ങൾ മറക്കാതിരിക്കുക. നസിയാൻ എന്ന വാക്കിൻ്റെ മറ്റൊരർത്ഥം വിട്ടുകളയുക എന്നതുമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് നന്മയ്ക്കായുള്ള കൽപ്പന നൽകുകയും തങ്ങളുടെ ആത്മാവിനോടുള്ള കടമകൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു എന്നൊരർത്ഥവും ഇതിന് നൽകുന്നുണ്ട്. അൻതും തത്ലൂനൽ കിതാബ്, അതായത് നിങ്ങൾ ഗ്രന്ഥം പാരായണം ചെയ്യുന്നു. എന്നാൽ ആ ഗ്രന്ഥത്തിൽ പറയുന്നത് മറ്റുള്ളവരോട് നന്മ കൽപ്പിക്കാനും സ്വയം തിന്മകൾ പ്രവർത്തിക്കാനുമല്ലല്ലോ. തീർച്ചയായും ആ ഗ്രന്ഥം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അടുത്ത ആയത്തിൽ പറയുന്നു, തഈനു ബിസ്സബ്രി വസ്സലാത്ത്, സഹനവും പ്രാർത്ഥനയും മുഖേന സഹായം ചോദിക്കുക. ഒരു സത്യം സ്വീകരിക്കുന്നതിൽ മനുഷ്യന് 2 തടസ്സങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്ന്, ഭരണകൂടത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റായ സ്വാധീനം. അതായത് സത്യം മനസ്സിലാക്കാത്തത് കൊണ്ടോ സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങൾ കൊണ്ടോ അവർ സത്യം അംഗീകരിക്കുന്നില്ല, മറ്റുള്ളവരെയും അംഗീകരിക്കാൻ അനുവദിക്കുകയില്ല. രണ്ടാമത്തെ കാരണം, കഴിഞ്ഞുപോയ തിന്മകളും തെറ്റായ ശീലങ്ങളും കാരണം ഹൃദയത്തിൻ്റെ ധൈര്യം ഇല്ലാതായിത്തീരുന്ന അവസ്ഥയാണ്. ഈ ആയത്തിൽ ഈ 2 വിധത്തിലുള്ള തടസ്സങ്ങളെക്കുറിച്ചുമാണ് അള്ളാഹു പ്രതിപാദിച്ചിരിക്കുന്നത്. ബനി ഇസ്രായേലിനോട് പറയുന്നത്, നിങ്ങൾക്ക് സത്യം വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കുന്നതിൽ ഒരിക്കലും തടസ്സമുണ്ടാകരുത്. നിങ്ങളുടെ സമൂഹവും സുഹൃത്തുക്കളും നിങ്ങളെ തടയുകയാണെങ്കിലും നിങ്ങളിൽ അക്രമം നടത്തുകയാണെങ്കിലും സഹനത്തോടുകൂടി അതിനെ നേരിടുകയും തങ്ങളുടെ ഹൃദയങ്ങളെ പരിശുദ്ധമാക്കുന്നതിന് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യുക. മറ്റൊരു കാര്യം ഈ ആയത്തിൽ പറയുന്നത്, ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ പരിഷ്കരണത്തിനായി 2 ഘടകങ്ങൾ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, ബാഹ്യമായിട്ടുള്ള ദുസ്വാധീനങ്ങളിൽ നിന്നുള്ള സംരക്ഷണം. 2, ആന്തരികമായിട്ടുള്ള കഴിവുകൾ ഉണ്ടാക്കിയെടുക്കുക. ഈ ആയത്തിൽ സബർ എന്നുള്ള പദം കൊണ്ട് സൂചിപ്പിക്കുന്നത് ബാഹ്യമായിട്ടുള്ള ദുസ്വാധീനങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. സ്വലാത്ത് എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് കഴിവിനുള്ള മാർഗങ്ങൾ സ്വായത്തമാക്കുകയും വിജയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി ബാഹ്യമായിട്ടുള്ള ദുസ്വാധീനങ്ങൾ ഇല്ലാതാക്കി ദുആ ചെയ്തുകൊണ്ട് നല്ല കാര്യങ്ങളെ സ്വായത്തമാക്കാനുള്ള ശീലമുണ്ടാക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൽ ആത്മീയത വർദ്ധിക്കുകയും പ്രയാസമുള്ള കാര്യങ്ങൾ എളുപ്പമായി തീരുകയും ചെയ്യുന്നതാണ്. അപ്രകാരം ആത്മീയമായിട്ടുള്ള അഭിവൃദ്ധി ആ വ്യക്തിക്ക് നേടിയെടുക്കാനും സാധിക്കുന്നതാണ്. ഇവിടെ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നത്, ഇത്തരത്തിലുള്ള പരിഷ്കരണത്തിൻ്റെ മാർഗങ്ങൾ പറയുക വളരെ എളുപ്പമുള്ള കാര്യമാണ്, പക്ഷെ അത് പ്രവർത്തനത്തിൽ കൊണ്ടുവരുന്നത് പ്രയാസകരമാണ്. ഈ ഒരു ചോദ്യത്തിൻ്റെ മറുപടി ആയിക്കൊണ്ടാണ് അള്ളാഹു പറയുന്നത്, ഇന്നഹ ലകബീറത്തുൻ ഇല്ലാ ഖലൽ ആശിഈൻ, തീർച്ചയായും വിനയാന്വിതരല്ലാത്തവർക്ക് അത് ഭാരമേറിയതാണ്. ഉസൂർ പറയുന്നു, ഈ കാര്യം പ്രവർത്തനത്തിൽ കൊണ്ടുവരിക പ്രയാസകരമാണ്. എന്നാൽ ആരാണോ ഖാശി, വിനയാന്വിതനായിത്തീരുന്നത് അല്ലെങ്കിൽ ഭയഭക്തിയുള്ളവനായിത്തീരുന്നത്, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസകരമല്ല. അതായത് തിന്മകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള യഥാർത്ഥ മാർഗം അള്ളാഹുവിലുള്ള വിശ്വാസമാണ്.
അള്ളാഹുവിൽ പരിപൂർണമായ വിശ്വാസമില്ലാതെ മനുഷ്യന് മറ്റു മാർഗങ്ങളിലൂടെ തിന്മകളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ഇത് സ്ഥാപിതമായിട്ടുള്ളൊരു കാര്യമാണ്. യഥാർത്ഥ നന്മ അള്ളാഹുവിലുള്ള വിശ്വാസത്തിലൂടെ മാത്രമാണ് സ്ഥാപിതമാകുന്നത്. ഫിലോസഫിക്കലായിട്ടുള്ള ആശയങ്ങൾ കൊണ്ട് മനുഷ്യനിൽ യഥാർത്ഥ തഖ്വ ഉണ്ടാവുകയില്ല. അള്ളാഹുവിലുള്ള പരിപൂർണമായിട്ടുള്ള വിശ്വാസത്തിന് ശേഷം പാപങ്ങളോടുള്ള ഒരു ഭയം മനസ്സിലുണ്ടാകുന്നു. അത് മറ്റു മാർഗങ്ങളിലൂടെ ഒന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് പ്രവാചകന്മാരുടെ സമൂഹം കാണിച്ച നന്മയുടെയും ത്യാഗത്തിൻ്റെയും മാതൃക മറ്റൊരു കൂട്ടരിലും നമുക്ക് കാണാൻ സാധിക്കാത്തത്. ഹുസൂർ പറയുന്നു, ഈ ആയത്തിൽ എത്ര സ്നേഹത്തോടും സഹാനുഭൂതിയോടും കൂടിയാണ് ബനി ഇസ്രായേൽ സമൂഹത്തെ ഉപദേശിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ വാക്കുകളും ഈ കാര്യമാണ് വ്യക്തമാക്കുന്നത്. വാഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.